ഹലോ, ഞാൻ ശ്രുതി. എൻ്റെ വീട് പരവൂരാണ്, കൊല്ലം. ഹായ് രമേശ് ചേട്ടാ. രമേശ് ചേട്ടനെ എനിക്കറിയാം. ഞാൻ പരവൂര് ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാം. ഹായ് ഷാജി ചേട്ടാ. ഹായ്. അപ്പം ഞാൻ പറയാൻ പോണ ഒരു കാര്യം എന്തോന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ സാധാരണയായി നമ്മുടെ വീടുകളിൽ നടക്കുന്ന രണ്ട് വിശേഷങ്ങളെ കുറിച്ചാണ്. ഒന്ന് മരണവും, ഒന്ന് കല്യാണവും. കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സുന്ദരിയായ കൊച്ചുങ്ങളെ ചിരി നോക്ക്, മക്കളെ നല്ല പുഞ്ചിരി. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ചേച്ചിക്ക് പറയാനുണ്ട്. അപ്പം കട്ടയ്ക്ക് ചേച്ചിയുടെ കൂടെ അങ്ങ് നിന്നോണം. അപ്പം ചേച്ചി തുടങ്ങുവാന്നേ. ഓക്കെ. അപ്പം പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഇത് സെയിം, ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ സെയിമായിട്ട് നടന്നു പോകണം. പണ്ട് കാലത്തെന്ന് വെച്ചാൽ കല്യാണമായാലും മരണമായാലും നമ്മൾ എങ്ങനെ അറിയുന്നത്? സാധാരണയായി ഒന്നി ഫോൺ വിളിച്ച് ആരെങ്കിലും നമ്മളടുത്ത് പറയും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വന്ന് പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ നെറ്റ് ഒന്ന് ഓണാക്കിയാൽ മതി. ഒന്ന് ഈ ഗ്രൂപ്പിൽ വരും, അല്ലെങ്കിൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ പ്രൊഫൈല്. ഇങ്ങനെയാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാർഡാണ്. അതായത് മരണക്കാർഡായാലും കല്യാണക്കാർഡായാലും. അതായത് പണ്ട് മരണക്കാർഡെന്ന് വെച്ചാൽ രമേശ് ചേട്ടനും ശാശേട്ടനൊക്കെ അറിയാം. മരണക്കാർഡെന്ന് വെച്ചാൽ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡായിരുന്നു. അതേപോലെ നമ്മളെ കല്യാണ കാർഡെന്ന് വെച്ചാൽ സാധാ ഒരു കാർഡായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതായത് മരണക്കാർഡിൽ തന്നെ പുള്ളിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നല്ല കളർഫുള്ളായിട്ട് രണ്ട് പൂവൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചാണ് മരണക്കാർഡ് റെഡിയാക്കി വെച്ചേക്കുന്നത്. അത് പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ടൊരു സ്റ്റുഡിയോയിൽ പോലും ഫോട്ടോ എടുപ്പിക്കത്തില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാർഡ് അലങ്കരിച്ച് വെച്ചേക്കാം. ആ സെയിം രീതി തന്നെയായിരിക്കും കല്യാണക്കാരും. ചെറുക്കൻ്റെ അമ്മേൻ്റെ ഫോട്ടോ കാണും, അവർക്കും കാണും രണ്ട് റോസാപ്പൂക്കൾ. ഇവിടെ ആദരാഞ്ജലികളാണെങ്കിൽ അവിടെ ആശംസകളാണ്. അതേപോലെ തന്നെ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി എന്ന് വെച്ചാൽ ആംബുലൻസും കാറും അറിയാം. രണ്ടും അലങ്കരിക്കുന്നതൊക്കെ സെയിം രീതി തന്നെയാണ്. ഒന്നിൽ റീത്താണെങ്കിൽ ഒന്നിൽ ബൊക്കെയാണ്. ഒന്നിൽ പെണ്ണ് കരഞ്ഞ് നിലവിളിച്ച് അതിൽ കയറി വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുള്ളി നല്ല കിടന്ന് സന്തോഷിച്ചായിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് പാട്ടും കാണും, ഇതിൻ്റെ അകത്ത് ആംബുലൻസിൻ്റെ സൗണ്ടും കാണും. എന്ന് പറഞ്ഞ് ആംബുലൻസിൻ്റെ സൗണ്ടും കാണും. പിന്നെ ഈ പൊതുവേ നമ്മുടെ കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും കുറച്ച് ഷോകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ ഒരു അമ്മാവൻ മരിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ വരിക. ഞാനും ഇവിടെ ഫുൾ സൈലൻ്റാണ്, ടോട്ടലി സൈലൻ്റ് എന്ന് വെച്ചാൽ ഇതുപോലൊരു ഒരു മണ്ണ് വന്ന് വീണ നമുക്കറിയാം. ഇങ്ങനെ ഇരിക്കും. അപ്പം മൂത്തമ്മേൻ്റെ അടുത്ത്, അമ്മൂമ്മേൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുക. ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ നടന്നു വരുന്നത്. അമ്മ വരുന്ന കണ്ടുടനെ ഇവരിങ്ങനെ നോക്കും. അമ്മയെ കണ്ടുടനെ എൻ്റെ അച്ഛൻ പോയേന്നും പറഞ്ഞൊരു നിലവിളിയാണ്. അമ്മ തന്നെ നെറ്റും. കാരണം കോറസ് പോലെയാണ് ഇതിങ്ങോട്ട് വരുന്നത്. ഒരാളങ്ങ് ഒരു മാലപ്പടക്കത്തിന് തീ കത്തിക്കുന്ന ഒരാൾ ചെയ്താൽ മതി, ഇങ്ങോട്ട് കോറസ് പോലെ വരും. അമ്മ തന്നെ ഞെട്ടും. അമ്മ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് അമ്മേനെയാണ്. പിന്നെ അവിടെ അമ്മയുടെ പ്രകടനം, നെഞ്ചത്തടിയും നിലവിളിയും തറയിക്കണ്ണ ഉരുളക്കോ ഒക്കെ അഭിനയിക്കുക. എൻ്റെ കൈ മുടിക്കുക എൻ്റെ അമ്മ ഓസ്കാറിൻ്റെ അഭിനയം. ഈ സെയിം രീതി തന്നെയാണ് കല്യാണ വീട്ടിൽ. പെണ്ണങ്ങോട്ട് ഇറങ്ങണ്ട, ഒന്ന് ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവും ഒരു കരുച്ചിലും ബഹളവും അതും ഇതും എല്ലാതും ഈ സെയിം അഭിനയം തന്നെയാണ് അവിടെ നടന്നത്. പിന്നെ ഉള്ളത് ഫുഡ് എന്ന് വെച്ചാൽ എല്ലാവരും ആർത്തിയോടെ കയറും, ഇടിച്ചങ്ങ് കയറും. നമ്മളായാലും കയറി ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും എന്ത് കൊണ്ട് വെച്ചാലും വേണ്ട 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 എന്ന് പറയുന്നത് രണ്ട് വീട്ടിലുള്ള കാര്യം, പൊതുവേ ഉള്ളൊരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മാമൻ എന്ന് വെച്ചാൽ ഇച്ചിരി കുടിക്കുന്ന ആളാണ്. കുടിച്ചിട്ടൊക്കെ രണ്ട് വീട്ടിലും, കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും ചെല്ലുക. കരയത്തുമില്ല, ചിരിക്കത്തുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ആര് കണ്ടാലും എവിടെ പോയി ബിനു, ഈ ഒരു ആക്ഷനാണ്. പിന്നെ പൊതുവെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ കുറ്റം പറച്ചില്. നമ്മളിപ്പോൾ കല്യാണ വീട്ടിലാണെങ്കിൽ പെണ്ണിനെ അങ്ങോട്ട് ഒരുക്കി നിർത്തുമ്പോൾ പെണ്ണിനെ സ്വർണ്ണമൊക്കെ കുറവാണ്, ശരിയാ, സാരിയൊന്നും ചേരുന്നില്ല, ശരിയാ, അപ്പം അടുത്ത നാൾക്ക് സപ്പോർട്ടാ, ശരിയാ, പിന്നെ കാണാനും അത്ര ഭംഗിയില്ല, ചെറുക്കന് പെണ്ണിന് ചേരത്തില്ല, പെണ്ണിന് ചെറുക്കനും ചേരത്തില്ല. ഈ സെയിം രീതി തന്നെയാണ് മരണ വീട്ടിൽ. പുള്ളീനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ബോഡി അങ്ങോട്ട് ഇങ്ങനെ കിടത്തുകയാണെങ്കിൽ ഉടനെ പെട്ടിക്ക് നീളം കുറവില്ലേ, ഓടി. മാലയ്ക്ക് നീളം കുറവില്ലേ, ഓടി. അതേപോലെ കാല് കെട്ടിയത് ശരിയായില്ലേ, ഓടി. മൂക്കി പഞ്ഞി വെച്ചത് ശരിയായില്ലേ, ഓടി. അവിടെയും കുറ്റം പറ്റില്ല. പെട്ടി പിന്നെ ഈട്ടീൻ്റെയൊക്കൊന്നുമില്ല, അതൊന്നും മേടിക്കാനുള്ള പോക്ക് അവൻ എന്തായാലും വല്ല മാവോ വട്ടയൊക്കെ ആയിരിക്കും. അതും അവർക്കൊരു കുറ്റം പറച്ചിലാണ് അവിടെ. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ആദ്യത്തെ ദിവസം കല്യാണ വീട്ടിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അങ്ങോട്ട്
കരച്ചിലായിരിക്കും. പക്ഷെ മരണ വീട്ടിലെ ആദ്യത്തെ ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും, പിന്നെ അങ്ങോട്ട് സന്തോഷമായിരിക്കും. ഇതിലൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം. ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി വെച്ചാൽ മാമയാണ് മരിച്ചത്. അപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ എൻ്റെ ആ കരച്ചിൽ അത്ര അവിടെ ആവശ്യമില്ല കേട്ടോ. ഓവർ അത് കണ്ടാൽ തന്നെ അറിയാം അയാൾ എങ്ങനെയെങ്കിലും ചാവണമെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ മൊത്തം നിന്നാ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറയും. ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് ഞാനും കരഞ്ഞു. കരഞ്ഞല്ലേ പറ്റൂ. ഞാനും കരഞ്ഞു. ഞാൻ കരഞ്ഞില്ല ഞാൻ പറയത്തില്ല. ഞാനും കരഞ്ഞു. അപ്പോഴത്തേക്കാണ് ചിലപ്പം നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പൂജാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പൂജാരി അപ്പോൾ അവിടെ നിന്നൊരു ഫുൾ സൈലൻറ്റാണ്. അപ്പോഴത്തേക്ക് പൂജാരിക്ക് ഒരു കോൾ വന്നപ്പോൾ പൂജാരി ഹലോ ഞാൻ പിന്നെ വിളിക്കാം, ഇവിടെ ഞാനൊരു ഉടായ്പി നിൽക്കുകയാണ്. അത് കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ തന്നെ ചിരിച്ചു പോയി. ഇതേപോലുള്ള ഒരുപാട് സംഭവങ്ങളും മരണ വീട്ടിലും കല്യാണ വീട്ടിലും ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.